നമുക്കൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരിയും ആസിഫും തുടരുന്നുണ്ട്. പ്രസാദിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. പ്രസാദ്, തെരഞ്ഞെടുപ്പ് ഇതാ അടുക്കാൻ പോകുന്നു. കൃത്യം 1 മാസം പോലും ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ആ ഘട്ടത്തിൽ കളത്തിലിറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ഇറങ്ങിയതായിരിക്കും പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുള്ളത്. ഇതിനും രാഹുൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പ്രചാരണം എന്തായാലും മുന്നോട്ട് പോവുകയാണ്. ഇത് കോൺഗ്രസിനെ ബാധിക്കാനും ഇടയുണ്ട്. അഖില, തീർച്ചയായും. കാരണം ഇതിനകത്ത് എടുത്തു കാണേണ്ടത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും സ്വീകരിച്ചിട്ടുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഒന്ന് അതിനൊരു പ്രചരണ തന്ത്രം. അത് രാഹുൽ പോകുന്നതിന് അതിൽ റീലുകൾ തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണിക്കുക, അങ്ങനെയെല്ലാം ഒരു ഹീറോ വൽക്കരിച്ചുകൊണ്ട് രാഹുലിനെ അവതരിപ്പിക്കുകയാണ്. അതായത് രാഹുൽ ഈ വിവാദമുണ്ടായതിനു ശേഷം കുറച്ച് ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ നിന്നെങ്കിൽ പോലും പിന്നീട് വന്നതെല്ലാം തന്നെ രാഹുൽ ഒരു ഹീറോ പരിവേഷമായി ആണ്. രാഹുൽ എന്തോ ഒരു ധീരകൃത്യം ചെയ്തു, അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന തരത്തിലുള്ള പ്രചാരവേലകളാണ് അല്ലെങ്കിൽ പ്രചാരണങ്ങളാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ നൽകുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിൽ എല്ലായിടങ്ങളിലും രാഹുൽ ഒരു പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ട ഒരാളാണെന്ന് പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളൊന്നും തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് ഒരു വലിയ അതൃപ്തി നമുക്ക് കാണാൻ കഴിയും. കാരണം ആ അതൃപ്തിയുള്ള ആളുകൾ ഒരുപക്ഷെ രാഹുലിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ അത്രയും ശക്തിയില്ലാത്തത് കൊണ്ട് മൗനം പാലിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കടുത്ത അതൃപ്തിയിൽ തന്നെയാണുള്ളത്. രാഹുൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിൽ പോലും അതിനൊരു മറുപടി നൽകാൻ പോലും രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹൂ കെയേഴ്സ് എന്ന തരത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ആ ഗർഭധാരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ വാട്സാപ്പ് ചാറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷം ആ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അതിനെ അത്രയേറെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലും പരിഗണിക്കാതെ തെറി പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര അസ്വസ്ഥമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് വന്ന വീഡിയോയിലും ഇതുതന്നെയായിരുന്നു രാഹുലിൻ്റെ സമീപനം സ്വീകരിച്ചിരുന്നത്. ഒരു രാഷ്ട്രീയ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ചെയ്തിരുന്നത് അവരുടെ ഭാഗം ന്യായീകരിക്കാനെങ്കിലും അവർ അതിന് സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലും പറയുന്നില്ല. ഈ ശബ്ദം പോലും തൻ്റേത് അല്ല എന്ന് പോലും പറയാൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്ന ഈ ശബ്ദരേഖ എന്ന് പറയുന്നത് നിർണായകമാണ്. കാരണം അദ്ദേഹം അവരെ വീണ്ടും അത് പറയുന്നു, അതുപോലെ തെറി പറയുന്നു, എല്ലാം. അതുമാത്രമല്ല ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്നതിൻ്റെ സന്ദേശത്തിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ഇതിനകത്ത് എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത്. ഒരു അച്ചടക്ക നടപടി എടുത്തതാണ്. അവർ പറയുന്നത് ഞങ്ങൾ പോലീസിന്റെ മുമ്പിൽ ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ നടപടി എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നടപടി എടുത്തതുകൊണ്ട് എന്താണ് കാര്യം? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയൊക്കെയാണോ പങ്കെടുക്കേണ്ടത് അവിടെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഒരു തരത്തിലൊരു വിശദീകരണത്തിന് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. ഇനി കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പുറത്തു വന്ന ശബ്ദരേഖ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാം. ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് പുറത്തു വന്ന ശബ്ദരേഖ. ഇതിനുത്തരം പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ. നടപടിയെടുത്തു ഞങ്ങൾ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ കൈയൊഴിയാമായിരുന്നു. പക്ഷേ പുറത്താക്കും വരെ എല്ലാ വേദികളിലും പങ്കെടുക്കുമെന്ന് ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പല വേദികളിലും വലിഞ്ഞു കയറുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ സന്ദേശം കൂടി, ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. നമുക്കിപ്പോൾ വന്ന ആ സന്ദേശം കൂടി കേട്ടിട്ട് വരാം ഒരിക്കൽ കൂടി. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കുക. ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കുമ്പോഴല്ലോ എനിക്കൊരു സമയം എന്താ എന്ന് പറഞ്ഞു. പിന്നെ 3 ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഇവളുടെ കൂടാണ്. നീ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്താ അതിനെ പറ്റി ബോധരാകുന്നു. പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം വിളിക്കാൻ വയ്യാതിരിക്കാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല.
ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ കാണിക്കുകയാണ്. കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഞാൻ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. ഇതിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്. ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോകും, അവരൊറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ. എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എൻ്റെ അല്ലല്ലോ. എത്ര നിസ്സഹായയാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് എന്നതാണ് ആ ഓഡിയോ സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര കേണാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിയോട് ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനെത്ര നിസ്സഹകരണത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നത്. അതാണ് ആ ഓഡിയോ സന്ദേശത്തിലുള്ളത്. ആസിഫിലേക്ക് നമ്മൾ പോവുകയാണ്. ന്യൂസ് ഡെസ്കിലാണ് ആസിഫ് ഉള്ളത്. ആസിഫ്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിക്കുകയായിരുന്നു. അതിൽ പ്രചരണങ്ങൾക്കായി, പാലക്കാട് വിവിധ ഇടങ്ങളിലെ പ്രചരണങ്ങൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന വിഷ്വലുകളൊക്കെയാണ് റീലായി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ പേജിലുള്ളത്. ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തനിക്കൊരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി എന്ന ഒരു ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിന്റെ സൂചന തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. അഖില, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം രാഹുലിനോട് ചോദ്യം ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ പാലക്കാട് റിപ്പോർട്ടർ അജിത്ത് എന്നുള്ളത്. അജിത്ത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം ഇത് ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഈ ഗുരുതരമായ ആരോപണത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ പറഞ്ഞത് അതിന് ന്യൂസ് മലയാളത്തിനോടൊന്നും മറുപടി പറയാനില്ല എന്നാണെന്ന് തോന്നുന്നു. കാരണം നിരന്തരം ചോദിക്കുമ്പോഴും അതിനെ അടക്കം അവഗണിച്ചുകൊണ്ട് മാത്രമാണ് രാഹുൽ മുന്നോട്ട് പൊക്കൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ചോദിക്കുക, ഈ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സൈബർ ഇടത്തിൽ കഴിഞ്ഞ കുറേ കാലമായി രാഹുലിനെ ന്യായീകരിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിനിടയിലുണ്ടായ ഒരു അബദ്ധം മാത്രമാണ് എന്നുള്ളത്. അത് അങ്ങനെയല്ല എന്നുള്ളത് തീർത്തും വ്യക്തമാകുന്നതാണ് ആ ചാറ്റ് എന്നുള്ളത്. ആ പെൺകുട്ടിയോട് എനിക്ക് നമ്മളുടെ കുട്ടി വേണം, നമ്മുടെ കുഞ്ഞ് വേണം, നീ ഗർഭിണിയാകാൻ തയ്യാറായിക്കോളൂ എന്ന് രാഹുൽ നിരന്തരം പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നീ ഗർഭിണിയാകാൻ തയ്യാറായിക്കൊണ്ട് ആകണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് അതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ അത് ആണ് മുഖ്യമെന്ന് പറയുമ്പോൾ നോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞ് വേണം, നീ അതിന് തയ്യാറായിക്കോളൂ എന്ന് രാഹുൽ പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് രാഹുലിൻ്റെ പ്ലാൻ തന്നെയാണ് എന്ന് ആ പെൺകുട്ടി ഓഡിയോ സന്ദേശത്തിലും രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ ഇത്ര വലിയ ഗുരുതരമായ ആരോപണങ്ങൾ നടക്കുകയും വലിയ ചർച്ചയാകുകയും ചെയ്തതിനു ശേഷം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ ആ മാറ്റി നിർത്തൽ എന്ന് പറയുന്നത് കേവലം ഒരു നാടകമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും രാഹുൽ പതിവ് പോലെ പഴയതുപോലെ രാഹുലിൻ്റെ മുഖം വെച്ചുകൊണ്ടുള്ള പ്രചാരണം, രാഹുൽ അങ്ങോട്ട് നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ഇട്ടുകൊണ്ട് റീൽ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഉള്ളത്. ഇത് ഏതായാലും കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ ഒരു ഗുരുതരമായ വിഷയത്തെ ഏത് തരത്തിൽ ഇനിയും കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ നോക്കിക്കാണേണ്ടതുള്ളത്. പൊതുമധ്യത്തിൽ ഒരു പെൺകുട്ടി ഇത് വന്ന് പറയാൻ തയ്യാറായാൽ എவ்விധം ഒരു സൈബർ ആക്രമണത്തിന് ആ പെൺകുട്ടി വിധേയമാകുമെന്നുള്ളതിന്റെ തെളിവുകളൊക്കെ ഇതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് വിഭാഗത്തിന്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്, പരാതി എവിടെ എന്നാണ് ചോദിക്കുന്നത്. തെളിവുകൾ അനേകമുണ്ട്, പക്ഷേ അതിൽ ഉത്തരം പറയാത്തത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി മാത്രമാണ്.
തീർച്ചയായും അഖില, കാരണം ഇവർ പറയുന്നത് പരാതി എവിടെ എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അഖില തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഈ ഇതിനകത്ത് വന്ന അവരെ ആരോപണ വിധേയ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടികളെയും അതോടൊപ്പം തന്നെ അവർക്ക് പിന്തുണ നൽകിയിട്ടുള്ള ആളുകളെയും എല്ലാം തന്നെ വലിയ തോതിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വിവിധ പോസ്റ്റുകളൊന്ന് പരിശോധിച്ചാൽ മതി. അതിൽ രാഹുലിനെ എതിർത്തുകൊണ്ട് രാഹുൽ ഇക്കാര്യത്തിൽ നടപടി നേരിടണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പെൺകുട്ടികളെ പോലും ഈ പരാതി ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാഹുലിൻ്റെ ചൂഷണത്തിനിരയായിട്ടുള്ള പെൺകുട്ടികൾ പോലും അവർ പിന്നീട് പലതരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇതിനകത്തൊരു ധൈര്യപൂർവ്വം മുന്നോട്ട് വരാത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഇപ്പോൾ നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ആവശ്യപ്പെടുന്നത് തനിക്ക് ഒരു കുഞ്ഞ് വേണം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെ അവർ അതിനകത്ത് ആ ആവശ്യപ്രകാരമാണ് പിന്നീട് ഇവർ ഇതിനകത്ത് വഴങ്ങുന്നതും പിന്നീട് ഒരു അല്ലെങ്കിൽ ഗർഭധാരിണിയാകുന്ന സമയത്ത് അതിനെ തടുക്കാൻ നിൽക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുകയെല്ലാം തന്നെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പോലും ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിനുള്ള മറുപടി രാഹുൽ അതിനെ വളരെ പുച്ഛത്തോടു കൂടിയും അവഗണിച്ചും ആ ധാർഷ്ട്യത്തോടു കൂടിയാണ് എല്ലാം മറുപടി പറയുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും അവർക്കൊരു പിന്തുണ നൽകാൻ അല്ലെങ്കിൽ തൻ്റെ സമ്മതപ്രകാരമാണ് തൻ്റെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നത് പോലും സമ്മതിച്ചു കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ നടപടി നേരിടാൻ പോലും തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നടപടി എടുത്തതിന് ശേഷവും പിന്നീട് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പാലക്കാട്ടേക്ക് വരുന്നതും അല്ലെങ്കിൽ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഒരു ഹീറോ പരിവേഷത്തോടു കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമുള്ള ആളുകൾ പോലും അതിന് ഒരു തരത്തിലും രാഹുലിനെ തന്നെ ഹീറോവൽക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നടപടിയെടുത്തു ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നടപടി നേരിട്ട ഒരു കോൺഗ്രസ് നേതാവിനെ പോലെ അല്ല അവിടെ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതുമാത്രമല്ല, ഈ തെളിവ് വന്ന സമയത്തും നിരവധി തെളിവുകളാണ് വന്നിട്ടുള്ളത്. ആ തെളിവ് വന്ന ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും അതിനൊരു വിശദീകരണം നൽകാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഒരു ആരോപണം നേരിടുന്ന ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകനോ ഒന്നും തന്നെയല്ല അല്ലെങ്കിൽ നേതാവ് ഒന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവരുടെ എല്ലാം ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്, അതിൽ തെറ്റോ ശരിയോ എന്നുള്ളത് മാറ്റിവെച്ചാൽ പോലും അവരുടെ ഭാഗമെങ്കിലും വിശദീകരിക്കാൻ അവർ തയ്യാറാകാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പക്ഷേ ഇവിടെ അതുപോലും വേണ്ട എന്ന ഒരു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലാണെങ്കിലും അതേ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, വളരെ സജീവമായി നിൽക്കുന്നു. തനിക്ക് ഇത്തരമൊരു പ്രശ്നവുമില്ല, ധാർമ്മികതകൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിലേക്ക് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ മാത്രമല്ല, അതിനകത്ത് കൃത്യമായി ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശം അതെല്ലാം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകുമോ, അതല്ല എങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഇനിയുള്ള സമീപനം എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വലിയ തരത്തിലുള്ള തെളിവുകൾ, ഇനിയും കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ്.